രംഗീല കഴിക്കാൻ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്? സ്പെഷ്യൽ രംഗീല സാൻഡ്വിച്ചാ കുട്ടികളെ. രുദ്ര നീയും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. അതുവരെ ഞാൻ കളിച്ചോണ്ടിരിക്കാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. രംഗീല എന്നാ കളിച്ചോ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രുദ്ര. ഈ ഗെയിം രംഗീലേക്ക് കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. നമുക്ക് നോക്കാം. ഞാൻ ആരാന്ന് ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ഇന്ന പിടിച്ചോ. ആ ഹേയ് ഹേയ്. രംഗീല സൂക്ഷിച്ചു. ചേട്ടാ ഇത് പോലത്തെ പ്രശ്നമായല്ലോ. എനിക്കിത് കളിക്കണ്ട. കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞാൻ മാർക്കറ്റിലേക്ക് പോവുക. ഇവനിപ്പോ എന്താ വേണ്ടത്? സ്വയം നിങ്ങൾ രക്ഷിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്നേക് സിറ്റിയുടെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് ചെല്ല്. വേഗം ചെല്ല്, വേഗം ചെല്ല്. കാരണം ഇതാണ് എന്റെ അവസാനത്തെ ഓഫർ. വേഗം ചെല്ല്. ഇന്ന് ആരെയും മാർക്കറ്റിൽ കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയ എല്ലാവർക്കും? ചേടാ ഇത് പോലാത്ത പ്രശ്നമായല്ലോ. രുദ്ര വേഗം ഇങ്ങോട്ട് വാ. ഒരാൾ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വാ രുദ്ര. നിക്കട അവിടെ. പാമ്പേ പാമ്പേ. എന്നെ വിട്ടേക്ക്. ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നെ ഒന്ന് വിട്ടേക്ക്. രുദ്ര വന്നു. പാമ്പേ ഒരു മിനിറ്റ് പ്ലീസ്. രുദ്ര സിറ്റി മുഴുവനും ഒരുപാട് പാമ്പുകളാ. ഇയാള് ഏത് തരം ആളോ? നല്ലോണം കഥ പറയുന്നുണ്ടല്ലോ. ആ സ്നേക് ചാർമർ എല്ലാവരെയും വാതിൽ കടന്ന് പുറത്തേക്ക് പോവാൻ പറഞ്ഞിരിക്കുക. ഞാനെതിരെ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എനിക്കൊരു വിലയും ഇല്ലെന്നാ തോന്നുന്നത്. താങ്ക് യു പാമ്പേ. നീ എനിക്കൊരല്പം സമയം തന്നു. രുദ്ര ഞാൻ പോവാണ്. പക്ഷെ എന്നെ രക്ഷിക്കണേ. ഇയാൾ വളരെ വ്യത്യസ്തനാണല്ലോ. രക്ഷപ്പെട്ടു പോയതല്ലേ, പിന്നെ എന്തിനാ തിരിച്ചു വന്നത്? ചെല്ല്.
അകത്തേക്ക് ചെല്ല്. അകത്തേക്ക് ചെല്ലാൻ. ആരാ നീ? ഇവരെല്ലാരും എങ്ങോട്ട് കൊണ്ടുപോകുന്നേ? എന്റെ പേര് സ്നേക് ചാമർ. ഞാൻ ഈ ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞാൽ പാമ്പുകളെല്ലാം എന്റെ അടിമകളായി മാറും. എന്റെ താളത്തിനൊത്ത് അവരെല്ലാവരും തുള്ളും. പറയൂ, താ ഥയ്യ താ ഥയ്യ താ. സ്നേക് ചാർമർ, നീ ഒരു കാര്യം പറയാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാന് വളരെ സ്പെഷ്യലായ ഒരു സ്നേക് സിറ്റി റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും പാമ്പുകളായിരിക്കും, പാമ്പുകൾ. ബെഡ്റൂമിൽ സൈഡ് ടേബിളിന് പകരം സ്നേക്സ്, ബാത്റൂമിൽ ഷവറിന് പകരം സ്നേക്സ്. ആലോചിച്ച് നോക്ക്, എന്തുമാത്രം എക്സൈറ്റിംഗ് ആയിരിക്കും. ജീവനുള്ള പാമ്പുകളുടെ കൂടെ 24 മണിക്കൂറും ജീവിക്കുന്നത്. അത് എന്താണെന്നറിയില്ല. ആരും അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഞാൻ ആരെയും അങ്ങോട്ട് ക്ഷണിക്കില്ല. ഞാൻ അവരെയും കൊണ്ടങ്ങ് പോകും. ചെല്ല്, നിങ്ങളും കൂടി വാ. എന്റെ സ്നേക് സിറ്റിയിലേക്ക് വാ. പാട് ധയ്യ ഥ ധയ്യ ഥ. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു പക്ഷെ ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ അപ്പൊ നീ എന്ത് ചെയ്യും? പറ. കൊച്ചു ചെക്കനായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടേച്ചു പോവാ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെ ഒരിക്കലും സംശയിക്കരുത്. ഫയർബോൾ അല്ല, എന്താ? രുദ്ര, ആ സ്നേക് ചാർമറിന് ഇപ്പൊ 4 കൈകളുണ്ട്. ഇതിനെ ഞാൻ ഇപ്പൊ തന്നെ വകവരുത്തിയേക്കാം. അന്തർ മന്തർ കാലി കലന്തർ സ്നേക് പോകട്ടെ ചുമന്തർ. മൈര വേണ്ട, ആരെങ്കിലും ഇതൊന്ന് തടഞ്ഞു നിർത്താ. മൈര, നീ എന്താ ഈ ചെയ്തത്? സോറി. രുദ്ര, പാമ്പ്. രുദ്ര, അപകടത്തില്ല. ഇതോടെ നിന്റെ കഥ തീർന്നു. ഷെടാ, എല്ലാരും എസ്കേപ്പ് ആയോ? അതെ, ഇവിടെ എന്റെ ജീവൻ കുടുങ്ങി കിടക്കുക. നിങ്ങൾ ആ സമയത്ത് താത്താ തൈ തൈന്ന് ഡാൻസ് കളിക്കുക. എന്നെ ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടുത്തി വിട്ടാലേ ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാന്നേ. ഈ ഐഡിയ കൊള്ളാമല്ലോ. രുദ്ര, ആ സ്നേക് ചാർമറിന്റെ സ്നേക്സ് ഒക്കെ വളരെ അപകടം പിടിച്ചതാ. നമ്മളതിനെ ഫേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സോളിഡ് പ്ലാൻ ചെയ്യണം. നീ പറഞ്ഞത് ശരിയാണ് മൈര. ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ ശക്തി അവന്റെ ഫ്ലൂട്ടിലാണ് ഉള്ളത്. അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഫ്ലൂട്ട് നമ്മൾ അടിച്ചു മാറ്റണം. അവൻ ഇവിടെ എത്തിയോ? രംഗലി അവന്റെ കൂടെ ഉണ്ട്. ഈ പാലസ് കാണാൻ തന്നെ അതിമനോഹരമായിരിക്കുന്നു. ചെല്ലിരിക്കില്ല, എനിക്ക് നല്ല ചൂടുള്ള സ്വാദുള്ള ടിഫൻ കൊണ്ടുവരൂ. ഹുലല്ല ഥയ്യ ഥ ഥയ്യ ഥ. ഇവൻ എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ സ്ഥലത്ത് വന്ന് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും.
എന്റെ പാത്രങ്ങൾ എന്നെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അയ്യോ അയ്യോ, രക്ഷിക്കണേ! ഈ പാത്രങ്ങളൊക്കെ എന്റെ പുറകിലുണ്ടല്ലോ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ! ഓ, ഓ, ഓ.